ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം പുതിയൊരു വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ ആസ് യൂഷ്വൽ എപ്പോഴും ഉള്ള ആളായ മെറിഞ്ചപ്പ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. സോ നമ്മൾ ഇന്നും ഒരു ട്രിവാൻഡ്രം യാത്രയാണ്. നമ്മളിന്ന് രാവിലെ ഇപ്പോൾ സമയം 6:30 മണി. ലൊക്കേഷൻ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനാണെന്നുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ എന്തിനാണെന്നാണ്. നമ്മൾ ട്രെയിൻ പിടിക്കാതിരിക്കുകയാണ്. സോ നമ്മൾ വഞ്ചനാട് പിടിച്ച് ട്രിവാൻഡ്രത്തിന് എന്തിനാണ് ട്രിവാൻഡ്രത്തിന് പോകുന്നത്? നമ്മളിവിടെ പോവുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? ഇതാണ് 3 ചോദ്യങ്ങൾ. ആരൊക്കെ ഉണ്ടെന്നുള്ള ചോദ്യം അടുത്ത സ്റ്റേഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അയാൾ വന്നു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആരാന്ന് മനസ്സിലേക്ക് കാണുമല്ലോ അല്ലേ? ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ മെറിഞ്ചോണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ട്രെയിനിപ്പോൾ വരും. അപ്പം ഞങ്ങൾ വിശേഷങ്ങളൊക്കെ അറിയിക്കാൻ പുറകെ. സോ ട്രെയിനിൽ കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കും. ഓക്കെ. ഗൈസ് നോക്കൂ, ഇതാരെയാണ്? ഗൈസ് തിരുവല്ലയിൽ ഇവള് വേറെ കോച്ചിക്ക് വെള്ളമില്ല, അപ്പൊ അതുകൊണ്ട് ഇവളെ കിട്ടിയില്ല. നന്നായി. അപ്പൊ ഗൈസ് ശ്വേതാജി എത്തിയിട്ടുണ്ട്. ഞങ്ങൾ പയ്യെ നടക്കട്ടെ. എന്തിനാ വന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ശ്വേതാജിയുടെയും റിയ ബുള്ളറ്റിന്റെയും സ്വന്തം ട്രിവാൻഡ്രത്തോട്ട് എത്തിയിരിക്കുകയാണ്. ഇതുണ്ട് ഈ കടയല്ല, ഈ സ്ഥലം നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ട്രൂ സബ്സ്ക്രൈബർ. അവിടെ 10 പേരെ കാണത്തുള്ളൂ. 10 പേര് 2 പേര് ഞാൻ തന്നെ, 2 പ്രാവശ്യം ഞാൻ തന്നെ കാണും. അപ്പൊ ഗൈസ് ഒരു മിനിറ്റ്, ഒരു ചേട്ടൻ വരുന്നു, ഒന്ന് വഴി കൊടുക്കട്ടെ. അപ്പൊ ഗൈസ് അപ്പം നമ്മളിത് ഇപ്പം കഴക്കൂട്ടത്ത് ഇറങ്ങി. രാവിലെ ചാൻസ് ട്രെയിൻ പിടിച്ച് കഴക്കൂട്ടത്ത് ഇറങ്ങി. എന്നിട്ട് ദീപം നടന്ന് ശ്വേതാജിയുടെ PG-യിലോട്ട് പോവാ. എന്നെ കേട്ടത്തില്ല. ശ്വേതയോട് ഞാൻ പറയാം പെണ്ണായിട്ട് വരാന്ന്. അല്ല, അതൊക്കെ ചെയ്യേണ്ടേലും. അപ്പം ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെ പോയാൽ നമ്മൾ ഫുഡ് കഴിക്കുന്നത്? സ്വാമീസി പോയി. അപ്പം ഞങ്ങൾ ഇവളുടെ ഈ ബാണ്ടക്കെട്ടൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് സ്വാമീസി ഫുഡ് കഴിക്കും. എന്നിട്ട് ഞാൻ ഓഫീസിൽ പോകും സ്വൈപ്പ് ചെയ്യാൻ വേണ്ടി. ഇവിടെ അത് വേറെ വ്ളോഗാണ്, അതെല്ലാം പറയാൻ കേസ്. കുറേ പരിപാടികളുണ്ട്, വരുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടുത്തെ ഓഫീസിൽ പോകാനാണ് പ്ലാൻ. സോ ഞാൻ എന്നാൽ പറഞ്ഞില്ലായിരുന്നോ PC ഓഫീസ്. സോ ID കാർഡൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഓഫീസിൽ പോകാനാണ് പ്ലാൻ. എന്നിട്ട് എന്നാ പരിപാടി എന്തിനാ നമ്മൾ വന്നേ? ഓക്കെ ഗീസ്, അതെ ഞങ്ങൾ പിന്നെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾ പക്ഷേ ഇതിന് തംബ്നെയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാ ഞങ്ങൾ പോയത്. അപ്പോൾ ഓക്കെ ഗീസ്, ഇവരെ കൊണ്ട് ബാഗ് വെച്ചിട്ട് വരുന്നതായിരിക്കും. സ്വരാജ് കാനഡയ്ക്ക് പോകുന്നു. സ്വരാജ് പറയൂ, എന്തിനാണ് നമ്മളിവിടെ വന്നത്? എന്തിനാണ് ഞാനും നമുക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് വന്നു. ബ്ലോഗറൊക്കെ അല്ലേ, അപ്പം കുറച്ച് പെയ്ഡ് പ്രൊമോഷൻ കമ്പനി 22 years ആയതിൻ്റെ. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉന്നത പരപ്പത്തിരിക്കുന്ന റിയ ജോസഫ് ഇൻവിറ്റേഷൻ അയച്ചു. വരണം പരിപാടിക്ക് പോകാമെന്ന്, ഫ്രീ ഫുഡ്. അപ്പം ഞങ്ങളോട് ശരി, അവൾ വിളിച്ചതല്ലേ, അവൾക്കൊരു കൂട്ടായിക്കോട്ടെ എന്ന് വരാൻ തീരുമാനിച്ചു. ഫുഡാണ് ഞങ്ങൾ ആകർഷിച്ച മെയിൻ കാര്യം. രാത്രി ഇഷ്ടം പോലെ കുസീനൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതെ, വ്ലോഗിൽ കാണാം കേസ് നിങ്ങൾക്ക്. അതാണ്
ഈ കുട്ടി മറ്റേ എന്ത് ചെയ്യണം എന്നറിയാണ്ട് ജോലിക്ക് കയറി ഇരിക്കുകയാണ്. അതെ അതെ അതെ, ആരെയും കാണുന്നില്ല. അപ്പോൾ ഗൈസ് അതാണ് നമ്മുടെ പരിപാടി. നമ്മൾ ട്രിവാൻഡ്രത്ത് വന്നത് സ്പെറിഡിയന്റെ ആനുവൽ ഡേ ആണ് ഇന്ന്. എല്ലാ വർഷവും ഡിസംബർ 19-നാണ് സ്പെറിഡിയന്റെ ആനുവൽ ഡേ. കഴിഞ്ഞ 2 വർഷമായിട്ട് റിയ ബീച്ചിന്റെ ഡാൻസ് കണ്ടായിരുന്നു. ഇപ്രാവശ്യം ഡാൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്പെറിഡിയൻ റിയ ബീച്ചിന്റെ പെർഫോമൻസുകളൊന്നും അങ്ങോട്ട് കാണാൻ പറ്റും. അതെ അതെ, കൈയിടിക്കരുത്. അപ്പൊ അതുകൊണ്ട് അപ്പം ഞങ്ങള് അപ്പം അവൾ പറഞ്ഞു അവൾക്ക് കൂട്ടത്തില് 4 പേരെ എന്തോ കയറ്റാം, 3 പേര് എത്രയോ പേരെ കയറ്റാം. അപ്പം അങ്ങനെ വന്നതാണ് ഞങ്ങൾ. അപ്പം ഞങ്ങളത് ഇവിടെ വന്നുള്ള ട്രഡീഷനാണ് എല്ലാവരും സ്വാമീസി കൊണ്ടുവന്ന് ഫുഡ് കഴിക്കണമെന്നുള്ളതാണ് ശ്വേതാജിയുടെ ട്രഡീഷൻ. അപ്പൊ അതുകൊണ്ട് അത് പാലിച്ച് ഞങ്ങൾ സ്വാമീസി വന്ന് മസാല ദോശ കഴിക്കാനിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ ഫുഡ് വന്നു, ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് ഫുഡ് വരുന്നുണ്ട്, ചേട്ടൻ്റെ ഫുഡ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതാണ് ഫുഡ്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞാൻ പയ്യെ ഇവിടെ നിന്ന് ഓഫീസിൽ പോകും. ഇവിടെ നിന്ന് തൊട്ടടുത്ത ടീച്ചേഴ്സ് ഓഫീസ്. അപ്പം ഇവിടെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. സോ ഇവിടുന്ന് ടീച്ചേഴ്സിൽ പോകണം, എന്നിട്ട് അവിടെ പോയി ഇരിക്കണം കുറച്ച് നേരം. വേറെ പിന്നെ ഉച്ചയ്ക്ക് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോകണം. പിന്നെ റിയ ബീച്ച് ഉച്ചവരെ വർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞാൽ അവൾ ഫ്രീ ആകത്തുള്ളൂ. സോ അതൊക്കെയാണ് വിശേഷങ്ങൾ. അതെ 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 അതെ. അപ്പോൾ പിന്നെ ഞാൻ ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഓഫീസിൽ പോകുന്നൊന്നും കാണിക്കാൻ പറ്റത്തില്ല, കാണിച്ചാൽ എൻ്റെ ജോലി പോകും. അപ്പോൾ അതുകൊണ്ട് ഓഫീസിലെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്താ ചിരി. അപ്പം ഞാൻ പയ്യെ ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് അടുത്ത എന്തെങ്കിലും പരിപാടി വരെയാണ് കാണിക്കാം. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചു. സേനയും ചേച്ചിയും അവരുടെ ബീച്ചിലോട്ട് പോയി. ഞാൻ നടന്ന് ഓഫീസിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് നിങ്ങൾ ഇന്ന് കണ്ടിട്ടുണ്ടായിരിക്കും, ഇതാണ് മീൻ കഴക്കൂട്ടം സ്ഥലം. അതാണ് ഓഫീസ്, അവിടെ ആയിട്ടാണ് ഓഫീസ് വരുന്നത്. സോ ഞാൻ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കാം. ഓഫീസിൽ പോയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ കാണിക്കാം. ചിലപ്പോഴാണെങ്കിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ എവിടെയെങ്കിലും പോകുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് വരാം. നെക്സ്റ്റ് എവിടെയാണോ ഫോൺ എടുത്ത് വ്ലോഗ് എടുക്കാൻ പറ്റുന്നത് അവിടെ വെച്ചാണ്. ബൈ. ചെറിയൊരു ചമ്മല് പോലെ. അപ്പം ഞാൻ പറഞ്ഞില്ല, ഓഫീസിൽ പോയിട്ട് 1 അല്ല 2 അല്ല 2 കൊക്കോക്കേനൊക്കെ മേടിച്ച് കുടിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഓഫീസിലൊക്കെ പോയിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ മെർജോബും ശ്രീകുമാറും കൂടെ കറക്റ്റല്ലേ? അതെ അതെ, മെർജോബും ശ്രീകുമാറും ഞാനും കൂടെ ഇവിടെ സുപ്രീം അപ്പർ ക്രസ്റ്റിൽ വന്നിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി. ശ്രീകുമാർ ഇവിടെ മെർജോബിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക. ഇതെൻ്റെ കൈ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ശ്വേതാജിയുടെ അഭ്യർത്ഥന പ്രകാരം ശ്വേതാജി പറഞ്ഞു സൂപ്പർ ഫുഡാണ് എടുത്തത് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് എന്തൊക്കെയാണ് മേടിച്ചിരിക്കുന്നത്? മറ്റേ സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, മറ്റേ വറുത്തരച്ച ചിക്കൻ കറി, കള്ളപ്പം, കാശൊന്നും ഞങ്ങൾ മേടിച്ചില്ല. അങ്ങനെ ഫുഡൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി വന്നിട്ട് കഴിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പോയി റെഡി ആവണം, ഡ്രസ്സൊക്കെ മാറണം. അത് കഴിഞ്ഞ് റിയ ബീച്ചിൻ്റെ പി ജിന്ന് അങ്ങോട്ട് പോകണം. കാരണം റിയ ബീച്ചിൻ്റെ പി ജിന്ന് അവിടെ നമ്മൾ എന്തിനാ വന്നതെന്ന് പറഞ്ഞായിരുന്നു. പറഞ്ഞില്ലേ? ശരി, ഞങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പം അവളുടെ പേജിൻ്റെ അവിടുന്ന് അടുത്താണ് ഇവരുടെ പരിപാടി നടക്കുന്ന ആ സ്ഥലം. അപ്പം അങ്ങോട്ട് പോകണം. സോ അങ്ങനെ കുറേ പരിപാടികളാണ്. ഇനിയിപ്പോൾ ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണം. പിന്നെ വൈകിട്ടത്തെ ഫുഡ് അവിടെ നിന്നാണ് അവിടെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ വന്നത്. നമ്മുടെ മെയിൻ ഫുഡാണ് അല്ല ചപ്പാത്തി. അപ്പോൾ അങ്ങനെ താലി മീൽസ് അല്ലേ? ഞങ്ങളിവിടെ നിങ്ങളിവിടെ എന്താണെന്ന് കമൻറ്റ് ചെയ്യൂ. ഏതാ ശരി? നിങ്ങൾക്കത് എനിക്ക് തോന്നുന്നത് ചപ്പാത്തിയാണ്. പപ്പടമാ? അല്ല, പപ്പടമല്ല. എന്താ അത്? ബോളി പായസത്തിന്റെ ബോളി ഇല്ലേ? ദോശയോ മീൽസിന്റെ കൂടോ? അത് അങ്ങ് അവിടെ നിന്നും പോയി. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡി ആയിട്ട് പോകണം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങളെ കാണിക്കും. പിന്നെ ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. പിന്നെ ശ്വേതാജിയുടെ പി ജിയുടെ അവിടെ എത്തിയിരിക്കുകയാണ്. സോ
സോ നമ്മൾ സുപ്രീം ബ്രേക്ക്ഫാസ്റ്റ് പോയി ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് തിരിച്ച് ഒരു ഊബർ എടുത്ത് സ്വരാജിയുടെ PG വന്ന് ഇനി ഇവിടെ നിന്ന് ഇറങ്ങി റിയാബ് ബീച്ചിൻ്റെ PG പോയി. അവിടെ പോയിട്ട് പിന്നെ നേരെ അവിടെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് അടുത്താണ്, ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഈ കൺവെൻഷൻ സെൻറ്റർ അടുത്താണ്. അപ്പോൾ അങ്ങോട്ട് പോയി അവിടെ പോയി പരിപാടിയൊക്കെ ഇരുന്ന് നമുക്കൊന്ന് 4-5:30 വരെ എന്തോ കേട്ടതോന്നാണ് പറഞ്ഞത്. സോ അവിടെ പോയി അവിടെ കയറി പരിപാടിയൊക്കെ കാണണം. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, എങ്ങനെ പരിപാടി എന്താ സംഭവം ഒന്നും അറിയത്തില്ല. ലൈവ് ഒക്കെ കണ്ടിട്ടുണ്ട്, ബട്ട് ആദ്യമായിട്ടാണ് ഒരു പരിപാടി കാണാൻ പോകുന്നത്. സോ യാ, അപ്പോൾ ഇനി ഇവർ വന്നിട്ട് ഇവിടുന്ന് ഊബർ പിടിച്ചിട്ട് ഏതായിട്ട് അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് പിന്നെ മറ്റേ കൺവെൻഷൻ സെൻറ്ററിൽ പോയി പരിപാടി അറ്റൻഡ് ചെയ്തിട്ട് വൈകിട്ട് തിരിച്ച് പോകുന്നത് എങ്ങനെ വീണ്ടും തീരുമാനിച്ചിട്ടില്ല. കാരണം തിരിച്ച് ട്രെയിനിന് പോകണം ബസ്സിന് പോകണം എന്നുള്ളത് കൺഫേം ആയിട്ടില്ല. ട്രെയിൻ ടിക്കറ്റ് കിട്ടുവാണെങ്കിൽ ട്രെയിനിന് പോകണം, ഇല്ലെങ്കിൽ ബസ്സിന് പോകണം എന്നുള്ള പ്ലാനിലാണ്. സോ അതാണ് സംഭവം. സോ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇനിയും അടുത്ത് ഊബർ പിടിച്ചിട്ട് പോട്ടെ. ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കിയെല്ലാം കഴിക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഇതാണ് ഗോദ ടർഫിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല. റിയാബ് ബീച്ചിൻ്റെ PG എങ്ങോട്ടാ? ശ്വേതാ സിംഗർ വന്നിട്ടുള്ളതല്ലേ? ഇവള് വന്നിട്ടുണ്ട്. ഇവക്കറിയാൻ വഴി, വെറുതെ അല്ല. അമ്പടി കള്ളി സണ്ണിക്കുട്ടി വെറുതെ അല്ല, നല്ല ഉത്തരവാദിത്തോടെ വണ്ടിയിലൊക്കെ പോകും. അപ്പോൾ ഗൈസ്, നമ്മളിത് റിയാബ് ബീച്ചിൻ്റെ വലിയ കയറ്റം എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ കയറ്റം കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ മെറിഞ്ചോന് കുറേ ഓർമ്മശക്തി ഉണ്ട്. കട്ടൊക്കെ ആയിരുന്നല്ലോ അന്ന്, അല്ല പനിയായിട്ട് കട്ടായിരുന്നല്ലോ. അതാ കേട്ടോ ഗൈസ്, മെറിഞ്ചോ ഡീസൻ്റാണ്. നിങ്ങൾക്ക് മെറിഞ്ചോൻ്റെ ഡീസൻറ്റ് കാണണമെങ്കിൽ എനിക്ക് പേഴ്സണൽ പിങ് ചെയ്താൽ മതി. ഞാൻ പലതും വേറെ അയച്ചു തരാം ഗൈസ്. അപ്പം ഞങ്ങൾ ഈ കയറ്റം കയറി മെറിഞ്ചോബ് നയിക്കുന്ന തേരുമായി ഞങ്ങൾ അങ്ങ് എത്തുമെന്ന് നോക്കട്ടെ. ഓക്കെ.
എഡ്വിൻ കാണത്തില്ല കേട്ടോ, ലൈറ്റാ. എഡ്വിൻ ജോസ് ആണോ? നിനക്ക് ജോസിൽ എന്തെങ്കിലും കൈവശമുണ്ടോ? നമുക്ക് ഇതൊന്നും ബ്ലോഗ് വരില്ലേ? ഇതൊന്നും ബ്ലോഗ് അല്ലേ? ജോബ് കണ്ടോ? ജോ ഉണ്ട്. റിയ ബ്രിജിറ്റ് ജോസഫ്. ജോസഫ്. ഇത് എഡ്വിൻ ജോസഫ്. ഇത് സേതാ ജോസ്. ഹായ് ഗൈസ് പറയൂ. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞങ്ങൾ രാവിലെ ട്രെയിൻ കയറി അല്ലെ ശ്വേശ്രീ പറയൂ. പറയൂ റിയ ബ്രിജിറ്റ്, ഇതിനെ കുറിച്ച് 2 വാക്ക് പറയൂ. റിയ ബ്രിജിറ്റ് ജോസഫ് പറയൂ, ഇതിനെ കുറിച്ച് 2 വാക്ക് പറയൂ. 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 ഗൈസ് വേദാജിക്ക് ആരോ എന്തോ കലക്കി കൊടുത്തു ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ സ്പെരിഡിയന്റെ 22nd ആനിവേഴ്സറി ആയിരുന്നു നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്രാവശ്യം എനിക്ക് എക്സ്ട്രാ 4 പേരോടെ കൊണ്ടുവരാൻ കിട്ടിയ അവസരത്തിൽ എന്റെ കൂടെ വന്ന 2 പൊന്നോമനകൾ. അപ്പൊ ഇവരിന്ന് രാവിലെ ട്രെയിനൊക്കെ കയറി ഇവിടെ വന്ന് ആക്സെഞ്ചർ വർക്ക് ചെയ്തു, ഇവൈ വർക്ക് ചെയ്തു, ടീച്ചേഴ്സ് വർക്ക് ചെയ്തു, പിന്നെ ചിലരൊക്കെ വർക്ക് ചെയ്തിട്ട് വരത്തില്ലെന്നൊക്കെ ചിലരൊക്കെ ആണെങ്കിൽ വർക്കൊക്കെ ചെയ്യുന്നോണ്ട് ഞാൻ വരത്തില്ല എന്നൊക്കെ പറഞ്ഞു പോയിട്ട് പലരൊക്കെ സമയത്ത് തന്നെ വന്നു. അല്ല ഇവനുണ്ടല്ലോ, ഇവൻ വരത്തില്ലെന്ന് ആദ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നില്ല പിന്നെ ഇനി മറ്റേ ഒരു ബന്ധം അലുവ മണപ്പുറത്തിന്റെ പരിചയം കാണിക്കത്തില്ലെന്ന് പറഞ്ഞു. ഒന്നാമതെന്ന് പറഞ്ഞതാണ് കറക്റ്റ് 6 മണി പോയി. എന്താ കാരണം ചോദിക്കേ? ഇന്ന് വിളിക്കാനായിട്ട് എത്ര ഓവർ തിങ്കിങ് ചെയ്യണമെന്ന് അറിയോ? വിളിക്കണോ വേണ്ടയോ ഇല്ലയോ ഇതൊക്കെ ആവശ്യമുണ്ടോ? അതെ ഞാൻ കുറെ ഓവർ തിങ്ക് ചെയ്തു വിളിക്കണോ വരണ്ടോ. കാരണം വെച്ചാല് ഇവരൊക്കെ ഓരോരോ കാര്യങ്ങൾ ബിസി ആയിരിക്കും. സോ അപ്പൊ ഞാൻ ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും ഇവർക്കൊക്കെ വരാൻ പറ്റിയില്ല, ഇവര് വരാൻ പറ്റത്തില്ല. അതെ വരാൻ പറ്റത്തില്ലെന്നൊക്കെ പറയാൻ എനിക്ക് ഭയങ്കര സങ്കടമാവില്ല. എനിക്ക് ആ സങ്കടം ഇവരെ ആക്കരുത്, അതൊക്കെയാണ് എന്റെ ഒരു ഇത്. ഞാൻ വിഷമിച്ചാലും എന്റെ മക്കൾ വിഷമിക്കരുത്. എന്താണ് ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കാൻ ഞാൻ അപ്പൊ ഹാനികരം എഴുതി തരാം കേട്ടോ. ആൽക്കഹോൾ കൺസംഷൻ ഇവര് അലങ്കരിക്കാൻ പറ്റിയ ജ്യൂസ് എടുത്തോണ്ട് പോയി തിരിച്ചൊക്കെ ഞാനുണ്ടല്ലോ ഞാൻ ഉണ്ടല്ലോ ഞാൻ ഈ ശ്വേതാജിയോട് 1000 ഇല്ല എടുക്കാതാ പറഞ്ഞു. അപ്പൊ ഞാൻ പോയി എടുത്ത പാചകം പറഞ്ഞു പോരെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത് ചമ്മി പോയി. അങ്ങനെ കഴിച്ച് ഇവര് വന്നു. ഇവിടെ വന്ന് നമ്മൾ സ്റ്റാർട്ടേഴ്സ് മൊത്തം അടിച്ച് തൂത്ത് വാരി തിന്നു. ഇനി അടുത്ത് നമ്മൾ കിട്ടിയില്ല, തീർന്നു പോയി. പരിപാടിയൊക്കെ കണ്ടു. പിന്നെ നമ്മൾ ഇനി മെയിൻ കോഴ്സ് കഴിക്കാൻ പോകുന്നത്, ഇനി ഡെസേർട്ട് എല്ലാം കഴിക്കണം. സമയം അത് ജ്യൂസ് ഞങ്ങൾ പോയി കഴിക്കട്ടെ ബാക്കി. നമ്മൾ പരിപാടി കഴിഞ്ഞത് തിരിച്ച് റിയാബീച്ചിൻ്റെ ബീച്ചിൽ അടുത്തിരിക്കുകയാണ്. പരിപാടി അടിപൊളിയായിരുന്നു കേട്ടോ ഗീസ്. സൂപ്പർ പരിപാടി എന്ന് പറയാൻ അടിപൊളി പരിപാടിയായിരുന്നു. നല്ല രസമായിരുന്നു. അവസാനം ഞങ്ങൾക്ക് ഫുള്ള് നിൽക്കാൻ പറ്റിയില്ല, ട്രെയിൻ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നേരത്തേക്ക് പോകുന്നു. നേരത്തെ വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ടായിരുന്നു. സോ നേരത്തേക്ക് പോകുന്നു. നൈസ് പരിപാടിയായിരുന്നു. പരിപാടി കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ നല്ല ഒത്തിരി ഫുഡുണ്ടായിരുന്നു ഗീസ്, ഒത്തിരി ഫുഡുണ്ടായിരുന്നു. ഫുഡിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഇടാം. കുറേ ഫുഡുണ്ടായിരുന്നു. സ്റ്റാർട്ടേഴ്സ് കുറേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മറ്റേ എന്താ പറയുക, ഫസ്റ്റ് കോഴ്സ് കുറേ ഉണ്ടായിരുന്നു, മെയിൻ കോഴ്സ് കുറേ ഉണ്ടായിരുന്നു. എല്ലാം ഇഷ്ടം പോലെ, മുഴുവൊന്നും കഴിക്കാൻ പോലും പറ്റിയില്ല. നൂഡിൽസായിട്ട്, ചൈനീസായിട്ട്, ബിരിയാണി ഐറ്റംസായിട്ട് എല്ലാം ഇഷ്ടം പോലെ ഫുഡുകളായിരുന്നു. ഒത്തിരി ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു.
അതൊന്നും മൊത്തം കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. വേറൊക്കെ ഫുൾ അതിന് കുറേ ഡെസേർട്ട്സ് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് പരിപാടി മറ്റേ ബാൻഡ് ഉണ്ടായിരുന്നു, അവരുടെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ റിയാ ബീച്ചിൻ്റെ PG അവിടെ നിൽക്കുക. അവർ ഡ്രസ്സ് മാറാൻ പോയിക്കുക. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ഊബറിൽ കയറി നേരെ സെൻട്രലിൽ പോയി, സെൻട്രലിൽ നിന്ന് ട്രെയിൻ പിടിച്ച് ചങ്ങനാശ്ശേരി പോയി അവിടെ നിന്ന് കാറെടുത്ത് വീട്ടിൽ പോകണം. അതാണ് പ്ലാൻ. സോ ടൈം ഷെഡ്യൂളാണ് 12:07 ഞാനിപ്പോൾ ഈ പറയുമ്പോൾ. 12:50 നമ്മുടെ ട്രെയിൻ. കിട്ടിയാൽ പറയാൻ, കിട്ടിയെന്നില്ലെങ്കിൽ കുറച്ചുകൂടെ അഡ്വഞ്ചർ ആവും. ബസ്സൊക്കെ പിടിച്ച് കൊണ്ടുവരും, നോക്കാം എന്താണേലും. ഹായ് ഗായ്സ്, ഫൈനലി റീച്ച് ബാക്ക് ടു ചങ്ങനാശ്ശേരി. അങ്ങനെ അതെ, ഒന്നിനും ഒരു അവസാനമില്ല. അപ്പം ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് പ്രയാണമുണ്ട്. റിയാ ബീച്ചിന് എല്ലാവരും നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. അതെ അതെ, ആ അപ്പം റിട്ടേൺ ഗിഫ്റ്റ്. അപ്പൊ അതായിരുന്നു കേസ് നമ്മുടെ പ്രയാൺ സ്പെറിഡിയൻ ആനിവേഴ്സറി വ്ലോഗ്. സോ അപ്പം അടുത്തൊരു വ്ലോഗായിട്ട് ഇവിടുന്ന് ഇവർ ഒരുമിച്ച് ഇവരുടെ വീട്ടിലേക്ക് പോകും. അതെ അതെ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. അതെ, ഇവിടുന്ന് നാളെ വേറൊരു സംഭവബഹുലമായ ദിവസമാണ്. അതെ അതെ, എന്താ നടക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനൊരു പാർട്ട് 2 ഉണ്ട്. ഈ ഒരു സംഭവം തോന്നും, അടുത്ത സംഭവം ശനി ഞായർ എന്താകുന്നു എങ്ങനെ ആകുമെന്നും അറിയത്തില്ല. ഉണ്ടെങ്കിലേ പാർട്ട് ഉള്ളൂ, അതാണ് വേറൊരു കാര്യം. സോ അപ്പോൾ ഓക്കെ കേസ്, ബൈ, അടുത്ത വിളിക്കണം. ബൈ 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 ബൈ, രമേശ് ബൈ.